നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ പറ്റിക്കുക. എന്നിട്ട് ചേച്ചി പ്രസവിച്ച കൊച്ചിനെ രഹസ്യമായി വാങ്ങിച്ച് ഭർത്താവ് പോലും അറിയാതെ താൻ പ്രസവിച്ച കൊച്ചാണെന്ന് പറഞ്ഞ് വളർത്തുക. ഈശ്വര, ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടാവോ, വായിച്ചിട്ടുണ്ടാവോ? ഏത് ശപിക്കപ്പെട്ട നേരത്താണ് ദൈവമേ എനിക്കിത് എഴുതാൻ തോന്നിയത്? ആരും ഇത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതെടുത്ത് ഇവിടെ വെക്കാൻ വഴിയില്ല. ആരായിരിക്കും? ആർക്കായിരിക്കും ഈ കത്ത് കിട്ടിയിരിക്കുക? രോഹിത്തിനായിരിക്കോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഈ ജീവിതം തീർന്നു. എന്താ ശ്യാമേ, സുഖമില്ലേ? അല്ല, മുഖത്തെന്താ ഒരു പരിഭ്രമം പോലെ? ഇല്ല രോഹിതേ, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കാണോ കുഴപ്പം? എന്റെ കണ്ണുകൾക്കാണോ കുഴപ്പം? രോഹിത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്താ വിയർക്കുന്നേ? അത് വല്ലാത്ത ചൂട്. റൂം തൂത്ത് വൃത്തിയാക്കുമായിരുന്നു. തൂത്തുടച്ച് വൃത്തിയാക്കേണ്ടതേ റൂമല്ല, ഓരോരുത്തരുടെയും മനസ്സാ. ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ദുഷിച്ച ചിന്തകളെല്ലാം മനസ്സിൽ വെച്ചിട്ട് പുറമെ എത്ര ചിരി വരുത്താൻ ശ്രമിച്ചാലും അത് മുഖത്ത് പ്രതിഫലിക്കും. ഞാനിപ്പോ നിന്റെ മുഖത്ത് കാണുന്നതും ആ ഒരു ഭാവമാ. നീ എന്തെങ്കിലും എന്നെ ഒളിപ്പിക്കുന്നുണ്ടോ? ഏയ് ഇല്ല രോഹിതേ, രോഹിത്തിന് തോന്നുന്നതാ. ഞാൻ പോട്ടെ. ശരിയായിരിക്കാം, എല്ലാം എന്റെ തോന്നല. അങ്ങനെ ആകണേന്ന് പ്രാർത്ഥനയില്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ചതി കിട്ടി കടന്നു വന്നവനെ മറ്റൊരു ചതി മനസ്സിലാക്കാൻ അതിന്റെ ബാലപാഠം നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രോഹിത് എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. ഉള്ളിൽ കള്ളം ഉള്ളതുകൊണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. തെറ്റ് അത് നീ ചെയ്തിട്ടുണ്ടോന്ന് നീ തന്നെ മനസ്സിലിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ തെറ്റിന്റെ ആഴം ഒന്ന് അളക്ക്. അപ്പൊ മനസ്സിലാവും ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്ത്രീക്ക് നിന്റെ മുഖവുമായിട്ട് സാമ്യമുണ്ടോന്ന്. നീ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. രോഹിത് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കുറച്ച് പണി ഒതുക്കാനുണ്ട്. ഇനി എന്തൊതുക്കാൻ? ഇത്രയും കാലം ഒരേ മനസ്സ് ഒരേ ചിന്തമേ ഒപ്പം നിന്ന് എന്നെയാ നീ ആദ്യം ഒതുക്കി ഒരിടത്ത് ഇരുത്തിയത്. പിന്നെ എന്റെ ഒപ്പം നിന്ന എന്റെ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയുന്ന എല്ലാവരെയും നീ ഒതുക്കി. നീ ആടി പെണ്ണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ പെണ്ണിനോളം കഴിവ് വേറെ ആർക്കും ഇല്ലെന്ന് നീ മൂലം ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇത്രയൊക്കെ ചതി എന്നോട് കാണിക്കാൻ എന്ത് തെറ്റാടി ഞാൻ നിന്നോടൊക്കെ ചെയ്തത്? നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? പറ, എന്തിനായിരുന്നു എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തെന്ന്? രോഹിത്തിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അത് വെച്ചോണ്ടാ രോഹിത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എവിടെ കഴിഞ്ഞ് തിരക്കിട്ട് പോന്നേ?
ഞാൻ എന്താ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് നീ നിന്റെ പിന്നിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ കത്ത് പറഞ്ഞില്ലേ ശ്യാമേ? എടീ, രോഹിത്, എന്താടി ഇത്? രോഹിത്, അത് ഇതിൽ നീ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ? ആണോന്ന്? ഇതിൽ നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ എന്തിനായിരുന്നു ശ്യാമേ എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ച് ഈ ആട്ടമൊക്കെ അടിച്ചത്? രോഹിത്, ഒരല്പം വിഷം വാങ്ങി ചോറിലോ ചായയിലോ ചേർത്ത് തന്ന് എന്നെ അങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും അന്തസ്സുണ്ടായിരുന്നല്ലോ. രോഹിത്, ഞാൻ നീ ആണും പെണ്ണും കെട്ടവനെ പോലെ ജീവിപ്പിച്ചില്ലേ എന്നെ? രോഹിത്, അതല്ല, ലോകത്തിൽ ഏതെങ്കിലും ഒരു ആണത് സഹിക്കോടി? അല്ല. ഏ? ചതിയും വഞ്ചനയും മാത്രമല്ലല്ലോ നീ എന്റെ അടുത്ത് കാണിച്ചത്. എന്റെ ജീവന്റെ ജീവനായി എല്ലാം ഞാൻ സ്വന്തം എന്ന് കരുതി താലോലിച്ച് കൊണ്ടുവന്നതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നീ എന്റേതല്ലാതാക്കിയില്ലേ? എടി, എങ്ങനെയാടി ഞാനിതൊക്കെ ക്ഷമിക്കുന്നേ? രോഹിത്, എങ്ങനെയാ കിടന്നാൽ എനിക്ക് ഉറക്കം വരിക? ആത്മഹത്യ ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാ ഇപ്പൊ ഈ കടന്നു പോകുന്നത്. രോഹിത്, ചതിയും വഞ്ചനയും മാത്രമല്ല, എന്റെ വിശ്വാസങ്ങളെ കൂടിയാ നീ ഇവിടെ ഒരു തുണ്ട് പേപ്പറിൽ തകർത്തെറിഞ്ഞത്. രോഹിത്, അത് ഞാൻ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എഴുതി പോയതാ. ഇതില് ഇതൊന്നും പറയുന്നു സത്യമല്ലെന്നായിരിക്കും അല്ലേ? രോഹിത്. നീ നിന്റെ ഈ പൊഴുത്ത നാവ് കൊണ്ട് നീ ഇനി ന്യായീകരിക്കരുത് ശ്യാമേ. എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും മരിക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരാളാ നിന്റെ മുമ്പിൽ ഈ നിൽക്കുന്നത്. ഇനിയും നീ എന്റെ മുമ്പിൽ നിന്ന് നാടകം ആടരുത്. ആടിയാൽ എന്റെ കൺമുമ്പിൽ നിന്ന് നീ ജീവനോടെ പോകില്ല. എന്താടി ഇതൊക്കെ? ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ പറ്റിക്കുക. എന്നിട്ട് ചേച്ചി പ്രസവിച്ച കൊച്ചിനെ രഹസ്യമായി വാങ്ങിച്ച് ഭർത്താവ് പോലും അറിയാതെ താൻ പ്രസവിച്ച കൊച്ചാണെന്ന് പറഞ്ഞ് വളർത്തുക. ഇതിന്റെയൊക്കെ ചതിന്നല്ലാതെ പിന്നെ മറ്റെന്ത് വാക്കടി പറയുക? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.